വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ആലക്കോട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിശദീകരണ പൊതുയോഗം CITU ജില്ലാ ട്രഷറർ യൂണിയൻ പ്രസിഡന്റ് അരക്കൽ ബാലൻ നിർവഹിച്ചു. സെക്രട്ടറി രാമചന്ദ്രൻ ഗുരുക്കൾ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് MM ബെന്നി അധ്യക്ഷത വഹിച്ചു. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജെയിംസ്, T പ്രഭാകരൻ, TG വിക്രമൻ, K സഖീർ, PA ഫൈസൽ എന്നിവർ സംസാരിച്ചു. രാപകൽ വെയിലിനോടും മഞ്ഞിനോടും പൊടിയോടും മഴയത്തോടും മല്ലടിച്ചുകൊണ്ട് അവരവരുടെ കുടുംബം പുലർത്തുവാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നവരെ കാണാം. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ആരും അംഗീകരിക്കാത്ത ഒരു വർഗമാണ് ഇവർ, അല്ലെങ്കിൽ മേഖലക്കാരാണ് ഇവർ എന്നതാണ് പൊതുവെയുള്ള ഒരു ധാരണ. ആ ധാരണ ശരിയല്ല എന്നും വഴിയോര കച്ചവടക്കാർക്കെന്നല്ല, ഈ രാജ്യത്തുള്ള 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യമുണ്ട്. ആർട്ടിക്കിൾ 19(g)(1) അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഏതൊരു പൗരനും ഇവിടെ ഏത് തൊഴിൽ മേഖലയിലും ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ തൊഴിൽ ചെയ്ത് മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഭരണഘടന അനുശാസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വഴിയോര കച്ചവടം അല്ലെ പാതയോര കച്ചവടം അതൊരു തൊഴിൽ മേഖലയാണ്. കേരളത്തിൽ തന്നെ 3,11,000 മേലെ അംഗങ്ങളുള്ള ഒരു മേഖലയാണ്, ഒരു യൂണിയനാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ. അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ തന്നെ ഈ പാതയോരങ്ങളിൽ കച്ചവടം ചെയ്ത് ഉപജീവനമാർഗം തേടുന്നുണ്ട്. ഇതിന് 2009 സുപ്രീം കോടതിയിൽ തന്നെ പാതയോരത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒട്ടനവധി കേസുകൾ വാദം കേട്ടിട്ടുണ്ടായിരുന്നു. നീണ്ടുനിന്ന വാദങ്ങൾക്കിടയിൽ 2010 സുപ്രീം കോടതി തന്നെ ഒരു വിധി പ്രഖ്യാപിച്ചു. പാതയോരത്ത് അല്ലെ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളെ നിരോധിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമ്പൽ വ്യവസ്ഥയെ, നമ്മുടെ സാമ്പത്തിക നേട്ടത്തിലും കോട്ടത്തിലും തന്നെ പാതയോരത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ നൽകുന്ന അവന്റെ ആനുകൂല്യങ്ങൾ അല്ലെ വില കുറച്ചുകൊണ്ട് തന്നെ ലഭ്യമാക്കുന്ന സാധനങ്ങളുടെ സബ്സിഡി എടുത്ത് പരിശോധിച്ചാൽ ഒരു സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൊണ്ട് നമ്മുടെ ഈ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തുവാൻ, സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് അത്താണിയായി കൊണ്ടുവരുവാൻ ഈ വഴിയോര കച്ചവടക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരാളെയും നിരോധിക്കാൻ പാടില്ല. അതിന് പകരമായി അന്ന് സുപ്രീം കോടതി 2014 ഒരു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒരു പുതിയൊരു നിയമം തന്നെ സൃഷ്ടിക്കണം. അങ്ങനെ 2014 ആദ്യമായി ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാരിന് വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ഒരു നിയമം പാസാക്കേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് നമ്മളിവിടെ എടുത്ത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ 2014 നിയമങ്ങൾ വന്നെങ്കിലും നിയമത്തിൽ ചില പഴുതുകൾ, തെറ്റായ ചില വചനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ നിയമം നമ്മുടെ കേരളത്തിൽ അതേപടി നടപ്പിലായില്ല. 2015 ഡിസംബർ 9 VKTU വഴിയോര കച്ചവട ഫെഡറേഷൻ സംഘടന അതിനെക്കുറിച്ച് പഠിക്കുകയും നിരന്തരമായി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 2018 അതിന് ചട്ടവും 2019 അതിന് സ്കീമും 2020 അത്തരം തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ വഴിയോര കച്ചവട തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കേട്ടുകൊണ്ട് ന്യായമായ കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ സർക്കാർ ഇവരെ സഹായിക്കുവാൻ വേണ്ടി ക്ഷേമനിധി ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പാസാക്കി പരിരക്ഷിച്ചു വരികയാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്.
ഈ പാതയോരത്ത് കച്ചവടം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ നഗര വികസനത്തിനോ അല്ലെങ്കിൽ റോഡിന്റെ വികസനത്തിനോ ഒരിക്കലും പാതയോര തൊഴിലാളികൾ കച്ചവടക്കാർ എതിരല്ല. ആ നിയമത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് സഹകരിച്ചുകൊണ്ട് തന്നെ ആണ് ഈ മേഖലയിലുള്ള ലക്ഷക്കണക്കിനായ തൊഴിലാളികൾ ജോലി ചെയ്തു പോരുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം കാലവർഷക്കെടുതിയിൽ നമ്മുടെ ഈ നോമ്പസാറിൽ തന്നെ മരങ്ങൾ പൊട്ടി വീണ് നമ്മുടെ ഒരു അംഗത്തിന്റെ ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ പെരുമയും 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും രുചി വൈവിധ്യങ്ങളുമായി ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ. ആളുകളുടെ അഭിരുചിക്കൊത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ.